ഗാനമേളകൾ. ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട്, വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഹലാൽ കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം, അവിടെ സന്തോഷം വേണം, ദഫ് മുട്ടണം. നബി തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞപ്പോ ദഫ് മുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ മക്കൾ, അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദഫ് മുട്ടാനാ ഉലമാ അനുവാദം തന്നിട്ടുള്ളത്, മറ്റു മ്യൂസിക് ഉപകരണങ്ങൾ പാടുള്ളതല്ല. പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ട് പാടിക്കാൻ പാടുള്ളതല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല. ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് വിവാഹം എന്ന നിക്കാഹ് എന്ന വലിയൊരു അമലിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത്. لأن تزاحم خنزيرا متلطخا بحمأة خير لك أن تزاحم منكب امرأة لا تحل لك. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം അങ്ങോ അന്യോന്യം കൈകൊടുത്ത് ഇടപഴകി തൊട്ടുരുമ്മി ചാരിയിട്ടും അല്ലാതെയും ചിരിച്ചും കളിച്ചും മഹ്റമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ഒരു ശരീഅത്തിന്റെ ആളുകളാണ് നമ്മൾ. മഹ്റമല്ലാത്ത ആളുകളെ, സ്വന്തം മൂത്താപ്പയുടെ മകൾക്ക് നിനക്ക് സലാം പറയാൻ പാടുണ്ടോ? ഇല്ലെന്നല്ലേ നമ്മുടെ മസല. അത് പറഞ്ഞാരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പോ സ്വന്തം അമ്മാവന്റെ മക്കളാവാം, സ്വന്തം മൂത്താമ്മയുടെ മക്കളാവാം, എളാപ്പ മൂത്താപ്പമാരുടെ മക്കളാവാം, അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ സലാം പറഞ്ഞ് കൈ കൊടുക്കുന്നവരെ കാണാം. ഹറാമാണ്. നബിതങ്ങൾ ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ കൈ നബിതങ്ങൾ തൊട്ടിട്ടില്ലെന്ന് മഹാദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫറെ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത്? ഫോട്ടോഗ്രാഫർ അന്യയാളാണ്. ഒരു കല്യാണത്തിന്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാതകം ചെയ്യണോ? കല്യാണത്തിന്റെ മെമ്മറിയേക്കാൾ നിസ്സാരമാണോ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത്? അത് മുസ്ലിം അമുസ്ലിം ആവാം. പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീടുകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന വീട്ടുകാർ ആലോചിക്കണമേ. കടുത്ത പാതകമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന അഹദു ശരീകൈനി മാ ലം യഖൂനാ. രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, രണ്ടാളുകൾ കൂട്ടുകച്ചവടം ചെയ്യുമ്പോൾ, രണ്ടാളുകൾ പാർട്ട്ണർമാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം മൂന്നാമനായി അവരുടെ കൂടെയുണ്ട്. മാലം യഖൂന, അതിലേതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്താത്ത കാലത്തോളം ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ഗുരുതരമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ, പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത്. അവർ ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ, കല്യാണം നടക്കുമ്പോ സ്വന്തം ജേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് പ്രായപൂർത്തിയെത്തിയ അനുജന് പോകുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ? പുതിയാപ്പിളുടെ അനുജനല്ലേ, പുതിയാപ്പിളുടെ ജ്യേഷ്ഠനല്ലേ? ദീപായതങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദീപിന്റെ മറുപടി നമ്മുടെ മുതഅല്ലിമീങ്ങളൊക്കെ പഠിക്കുന്ന ഹദീസാണത്. അൽ ഹംവു അൽ മൗത്ത്, അൽ ഹംവു അൽ മൗത്ത്, മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത്. മരണമാണ്, നാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സദ്യകളിൽ വേണം, വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ്. ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ പുണ്യത്തിലായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ? അലി റളിയല്ലാഹു തആല അൻഹു ആ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബ്ഹി നിസ്കാരത്തിന് പോകുന്ന പോക്കിൽ തന്നെ അലിയാടെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ട് പറയും, യാ അലിയു, അലിയേ, യാ ഫാത്തിമ, ഫാത്തിമ ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ല ഫജ്ർ. ഫാത്തിമ, അലിയേ, സുബ്ഹിക്ക് മുമ്പ് 2 റകഅത്തെങ്കിലും നിങ്ങൾ നിസ്കരിച്ചേക്കണമേ എന്ന് സ്വന്തം മരുമകനോട്, സ്വന്തം മോളോട് പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.